ഹായ് ഓൾ വെൽക്കം. എല്ലാവരും എന്ത് പറയുന്നു? സുഖല്ലേ എല്ലാവർക്കും? അപ്പോൾ ഞാനിവിടെ മൂന്നാറാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മൂന്നാർ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ വ്ളോഗ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കാണാത്തവർ ആ വീഡിയോ പോയി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ റൂം ടൂറാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന ദ സ്വർഗ എന്ന് പറയുന്ന റിസോർട്ടിൻ്റെ നമ്മൾ താമസിക്കുന്ന റൂമിൻ്റെ റൂം ടൂർ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയാട്ടോ. പിന്നെ നല്ല ചെറുതാണ്, ക്യൂട്ടാണ്, ചെറിയൊരു ബാൽക്കണിയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്താണ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല പൈസയും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൂം മുഴുവനായിട്ട് കാണാം. ഇതാണ് കേട്ടോ ദ സ്വർഗ എന്ന് പറയുന്ന നമ്മുടെ റിസോർട്ട്. ഒരു സ്വർഗം പോലെ തന്നെ നല്ല ക്യൂട്ടാണ് കേട്ടോ ഇവിടെ കാണാനായിട്ട്. പിന്നെ അപ്പോൾ ഇവിടെ കുറച്ച് പേര് നിന്ന് ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ തമിഴ്നാട്ടിൽ നിന്നുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോകാം. യെസ്, സോ ഇതാണ് കേട്ടോ നമ്മുടെ റൂം നമ്പർ 103. ഓക്കെ, അപ്പോൾ നമുക്ക് ബെല്ലടിക്കാം കേട്ടോ. ഹായ്. ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയേ, ഡോർ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കിയേ. സോ ഫുള്ളായിട്ട് ഓപ്പൺ ആക്കുക. അപ്പോൾ ഇതാണ് കേട്ടോ, നമുക്ക് കയറി ചെല്ലാം. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത്. തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഡസ്റ്റ്ബിന്നും ഉണ്ട്. പിന്നെ ഇവിടെ നല്ലൊരു കബേർഡാണ് കേട്ടോ ഉള്ളത്. നല്ല ചെറുതും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കബേർഡും ഉണ്ട്. ഞാൻ ലോങ് വ്യൂ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്താണ്, ഇവിടെ ടി വി ഉണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ഫുഡ് കഴിക്കാനായിട്ടുള്ള ചെറിയൊരു ടേബിളും ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ രാത്രി ഇന്ന് കഴിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതുപോലെ ചപ്പാത്തി ഉണ്ടായിരുന്നു, പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ. ഇപ്പം ഇന്ന് ഈസ്റ്റർ ആയതുകൊണ്ട്, ദുഃഖവെള്ളി ആയതുകൊണ്ട് നോൺ വെജ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ആകെ മുട്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യൂട്ടായിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഡെക്കറേറ്റീവ് വാളുണ്ട് അവിടെ. പിന്നെ ദേ കണ്ടോ, 2 നല്ല ഫോട്ടോ വെച്ചിട്ടുണ്ട്. പിന്നെ നല്ല 2 ലൈറ്റുകൾ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ലൈറ്റ്. ഇത് കണ്ടോ, നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ ലൈറ്റ്. അത് ഈ ബെഡിനൊരു പ്രത്യേക ഭംഗി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, ആച്ച എന്താ പറയാ വന്നേ? ഓക്കെ, ലാമ്പാണ്. ഓക്കെ, അപ്പം പിന്നെ ഈ കട്ടനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു എലഗൻറ്റ് ലുക്ക് ഉണ്ട് കേട്ടോ. സിമ്പിൾ ആൻഡ് ഒരു നല്ലൊരു എലഗൻറ്റ് ലുക്ക് ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു വിൻഡോ എന്ന് പറയുന്നത് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് ഓപ്പൺ ആക്കാൻ പറ്റിയിട്ടുള്ള ഒരു വിൻഡോ ആണ് കേട്ടോ. ഇവിടുന്ന് ചെറിയൊരു സൈഡ് സീനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാൽക്കണി തുറക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ബാൽക്കണിയിൽ ലൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ്, ഇവിടുന്ന് ചെറിയൊരു വ്യൂ ഉണ്ട്. നമുക്ക് ബാൽക്കണി ഫുള്ളായിട്ട് തുറക്കാം കേട്ടോ. ഫുള്ളായിട്ട് തുറക്കുമ്പോൾ അനീഷേട്ടാ എങ്ങനെയുണ്ട്? ഇഷ്ടമായാ? ഇഷ്ടമായി ഇല്ലെങ്കിലും നമുക്ക് ഇവിടെ തന്നെ നിൽക്കണം. അപ്പം നല്ലൊരു ബാൽക്കണി ആട്ടോ, നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാനായിട്ട്. ഇവിടുന്ന് കണ്ടാൽ നമുക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടല്ലോ അവിടെ തേയിലത്തോട്ടങ്ങളാണ് കേട്ടോ. ഇപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുട്ടായ കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ വ്യൂ ഇങ്ങനെയാണ് കേട്ടോ. ഇതേ കണ്ടോ, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്ലോക്ക് ഉണ്ട്, ടി വി ഉണ്ട്. ഇതേ കണ്ടോ, ചെറിയൊരു ഡൈനിങ് ടേബിൾ ഉണ്ട്. പിന്നെ അതാണ് കേട്ടോ കബേർഡ് നല്ല ചെറുതാണെങ്കിലും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, നല്ല ക്യൂട്ടാണ്. പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക ബാത്റൂം കേട്ടോ. ബാത്റൂം മീൻസ് ചെറുതാണെങ്കിലും നല്ല ക്യൂട്ടാണ്. അതേ കണ്ടോ, അങ്ങനെ കാര്യമായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അത് ഇങ്ങനെയാണ്. പിന്നെ ഷവറൊക്കെ ഒരു പ്രത്യേക തരം ഷവറാണ് കേട്ടോ. പിന്നെ ഇവിടെ നല്ല ഭംഗിയുള്ളൊരു കണ്ണാടി ഉണ്ട് കേട്ടോ. കണ്ണാടയുടെ ലൈറ്റ് ഉണ്ടോ, നല്ല ലൈറ്റാണ് കേട്ടോ. സോ ഹൈ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ഇറങ്ങാം. ഇനി ഞാൻ ഈ കബേർഡ് കാണിച്ചു തരാം കേട്ടോ. കബേർഡ് ഇങ്ങനെയാണ്, നല്ല സ്പേഷ്യസ് ആണ്. ഞാൻ ഒന്നും വെച്ചിട്ടൊന്നുമില്ല കണ്ടോ, കാലിയാണ്, ഒന്നും വെച്ചിട്ടൊന്നുമില്ല. അപ്പം നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. താഴെയുണ്ട് 3 കബേർഡ്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ കുഞ്ഞു ബെഡ്റൂം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട് കേട്ടോ, 2 സൈഡിലുണ്ട്. ഞാനിത് കാണിക്കാൻ മറന്നു. അപ്പോൾ ഇതും നല്ല ക്യൂട്ടായിട്ടുണ്ട്. ആണിയൊക്കെ ഇളകി പോകുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, എന്തൊക്കെയുണ്ട് ഉണ്ടാവും എന്ന് ഞാൻ വെറുതെ ഒന്ന് പ്രതീക്ഷിച്ച് ഒന്നുമില്ല കേട്ടോ. സോ
ജസ്റ്റ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള ഒരുപാട് റിസോർട്ടുകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ എല്ലാ റിസോർട്ടുകളിലും രാത്രി നല്ല DJ പാർട്ടിയൊക്കെ ആയിട്ട് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ റിസോർട്ട് വന്നിട്ട് ദേ അങ്ങ് മുകളിൽ ആ ലൈറ്റ് കാണുന്നില്ലേ, അതാണ് കേട്ടോ. ഈ വഴികളെന്നൊക്കെ പറയുന്നത് വല്ലാത്ത ജാതി വഴികളാട്ടോ. ഒരു കുത്തനെയുള്ള വഴിയാണ്. എനിക്ക് പേടിയാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ. എങ്ങനെ ഈ വണ്ടിയൊക്കെ കൊണ്ട് ആൾക്കാർ ഇങ്ങോട്ടൊക്കെ വരുന്നത്? ഇതേ അതിൻ്റെ മുകളിലായിട്ടാട്ടോ ഞങ്ങളിത് ഇങ്ങനെ ഇറങ്ങി വന്ന്. ഞാൻ കാണിച്ചു തരാം, ഇപ്പോൾ ഇരുട്ടാണ്. അപ്പോൾ ദേ ഈ വഴി കണ്ടോ, കുത്തനെയുള്ളൊരു വഴിയാട്ടാ. ഇവിടെ നല്ല തേയിലത്തോട്ടങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ചെറിയൊരു ലൈറ്റ് ഉണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളിതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി വന്നു. എൻ്റെ അമ്മേ, ചപ്പാത്തിയും മുട്ടക്കറിയും കഴിച്ചത് ഇപ്പോൾ തന്നെ ദഹിക്കുന്നത് തോന്നണേ. അപ്പോൾ ദേ ഇവിടെ വേറൊരു റിസോർട്ട് ഉണ്ട് കേട്ടോ. ഫുൾ റിസോർട്ടാണ്. എൻ്റെ അമ്മേ, ഇതൊക്കെ എങ്ങനെയാണ് ആൾക്കാർ കയറുന്നത്? അയ്യോ. ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇതോടുകൂടി ഞാൻ എൻ്റെ മൂന്നാർ ട്രിപ്പിൻ്റെ വ്ളോഗുകളൊക്കെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഇനി കൂടുതൽ ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. താങ്ക്